നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. 2024-25 വർഷത്തെ ജില്ലയിലെ മികച്ച ക്ഷീരസംഘമായി തെരഞ്ഞെടുത്ത അഞ്ചരക്കണ്ടി ക്ഷീരസംഘം സെക്രട്ടറി ക്ഷീരമിത്ര അവാർഡ് നേടിയ PP മനോജിനും മികച്ച ക്ഷീരകർഷകൻ K പ്രതീഷിനും അഞ്ചരക്കണ്ടി ക്ഷീരസംഘം ഭരണസമിതിയും ജീവനക്കാരും ചേർന്ന് അനുമോദനം സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ചന്ദ്രൻ കല്ലാട്ട് ഉദ്ഘാടനം ചെയ്തു. ഇന്ന് കണ്ണൂർ ജില്ലയിൽ മാത്രമല്ല കേരളത്തിൽ തന്നെ മുൻനിരയിൽ നിൽക്കുന്ന സംഘങ്ങളിൽ ഒന്നാണ് അഞ്ചരക്കണ്ടി ക്ഷീരോത്പാദക സഹകരണ സംഘം. ഇത് ഈ വേദിയിൽ വന്നതുകൊണ്ട് ഒരു ഭംഗി വാക്ക് പറയുന്നതല്ല, ഉള്ളിൽ തട്ടി പറയുന്നതാണ്. കാരണം ഈ സംഘവുമായിട്ട് നേരത്തെ ജയരാജ മാഷ് സൂചിപ്പിച്ചതുപോലെ ഒട്ടേറെ വർഷത്തെ ഒരു ബന്ധം എന്ന് മാത്രം പറയാൻ പോരാ, ഒരു നാഭീനാള ബന്ധം ഉണ്ട് എന്ന് തന്നെ പറയാൻ വേണ്ടി സാധിക്കും. അപ്പോഴൊക്കെ എനിക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് മറ്റെല്ലാവരും ഉപരി, അതിന്റെ പ്രവർത്തനത്തെ സംബന്ധിച്ചൊന്നല്ല പറയാം, മറ്റെല്ലാവരും ഉപരി ഒരു ചരടിൽ കോർത്ത പോലെ പ്രവർത്തിക്കുന്ന അതിന്റെ ഭരണസമിതിയും ജീവനക്കാരുമാണ്, ഒപ്പം ക്ഷീര കർഷകർ. ഇതാണ് ഈ സംഘത്തിന്റെ കരുത്ത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മുൻ പ്രസിഡന്റ് KK ജയരാജൻ അധ്യക്ഷത വഹിച്ചു. KP രമേശൻ സ്വാഗതം പറഞ്ഞു. അരനൂറ്റാണ്ടിലധികമായി പ്രവർത്തിച്ചു വരുന്ന അഞ്ചരക്കണ്ടി ക്ഷീരോത്പാദക സഹകരണ സംഘം ഇന്ന് 300ഓളം ക്ഷീരകർഷകരിൽ നിന്നും 4000 ലിറ്ററിലധികം പാൽ സംഭരിച്ച് വിതരണം ചെയ്യുകയും അഞ്ചരക്കണ്ടി മിൽക്ക് എന്ന ബ്രാൻഡ് പാക്കറ്റ് പാല്, തൈര്, നെയ്യ്, മോര് തുടങ്ങിയ വിവിധ പാൽ ഉൽപ്പന്നങ്ങൾ വിപണനം ചെയ്തു വരുന്നുമുണ്ട്. ജില്ലാ ക്ഷീരവികസന ഓഫീസർ O സജിനി മൊമന്റോ വിതരണം ചെയ്തു. മുഖ്യാതിഥിയുമായിരുന്നു. തലശ്ശേരി ക്ഷീരവികസന ഓഫീസർ VK നിഷാദ്, PP വത്സല, KC അബ്ദുറഹ്മാൻ, M പ്രശാന്തൻ, K ശലീന, K ശശി, MK പുരുഷോത്തമൻ, RP അശോകൻ, PP മനോജ് തുടങ്ങിയവർ സംസാരിച്ചു. ക്ഷീരവികസന വകുപ്പ് നിലനിൽക്കുന്നത് തന്നെ ക്ഷീര കർഷകരും ക്ഷീര സംഘങ്ങളും ഇവിടെ ഈ നാട്ടിലുള്ളത് കൊണ്ടാണ്. എന്ന് നമ്മുടെ ക്ഷീര കർഷകർ ഈ മേഖല കൈവിടുന്നു, അന്ന് നമ്മുടെ ക്ഷീര സംഘങ്ങളുടെ നിലനിൽപ്പ് ചോദ്യചിഹ്നമായി മാറും. പിന്നെ ഒരു ക്ഷീരവികസന വകുപ്പിന്റെ ഒരു പ്രസക്തി തന്നെ